നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ഈ ദിവസം മുതൽ ചിങ്ങം രാശിക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ചിങ്ങം രാശിക്ക് മാത്രമല്ല ചിങ്ങം ലഗ്നത്തിനും മകം, പൂരം, ഉത്രം, ആദ്യപാദം ചിങ്ങം രാശി അല്പം ദോഷാധിക്യമാണ് നമ്മൾ കാണുന്നത്. ഏകദേശം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു 2026 ഡിസംബർ 5 വരെ 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അതുതന്നെ ദീർഘകാലം ഒരേ രാശിയിൽ തുടരുന്ന 4 ഗ്രഹങ്ങൾ, അതായത് ശനി, വ്യാഴം, സർപ്പം, ശിഖി, ഇവ 2026 ഡിസംബർ 5 വരെ ചിങ്ങം രാശിക്ക്, ചിങ്ങം ലഗ്നത്തിനും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപ്പോൾ മറ്റ് 5 ഗ്രഹങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം കൂടി ഡയറക്റ്റായിട്ട് പ്രതികൂലമാണെങ്കിൽ ഈ കാലയളവിൽ നമുക്ക് ദോഷാധിക്യം പരമാവധി വരും. അപ്പോൾ ഈ സ്ഥിരം ഒരേ രാശിയിൽ തുടരുന്ന ഗ്രഹങ്ങൾ എന്തായാലും 2026 ഡിസംബർ 5 വരെ പ്രതികൂലം തന്നെയാണ്, ഡയറക്റ്റായിട്ട് പ്രതികൂലം തന്നെയാണ്. അപ്പോൾ സംഭവം അതിനുള്ള പരിഹാരങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. പിന്നെ ഇത് ചിങ്ങം രാശിക്ക് മാത്രമല്ല, ചിങ്ങം ലഗ്നത്തിനും പ്രശ്നമാണ്. അപ്പോൾ അത് ലഗ്നം നിങ്ങൾക്ക് ചിങ്ങമാണോ അല്ലയോ എന്നുള്ളത് നോക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഞാനത് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരാം. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഓക്കെ. പിന്നെ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ഞാൻ സൂചിപ്പിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാമെന്ന് പുതിയൊരു പരിപാടിയുണ്ട്, അതും ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫോണിൽ അത് അവൈലബിൾ ആണെങ്കിൽ. ഓക്കെ. അപ്പോൾ ഈ ഗ്രഹങ്ങൾ പ്രതികൂലമാവുമ്പോൾ എന്നാലും ഒരുമിച്ച് പ്രതികൂലമാവുമ്പോൾ ഉള്ള ഫലം ഏകദേശം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എങ്കിലും ഏകദേശം പറയാം. ഭൗതിക സുഖങ്ങൾക്ക് എല്ലാത്തിനും ഒരു തടസ്സം, ഒരു പൊലിമ കുറവ്, ഒരു പൂർണ്ണത കുറവ് പൊതുവെ ഉണ്ടാവും വ്യാഴം പ്രതികൂലമായതുകൊണ്ട്. വീട്, വാഹനം, പിന്നെ തീർച്ചയായിട്ടും ആഹാരസൗഖ്യം, ശയനസുഖം, അതുപോലെ മറ്റ് ഭൗതിക ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ നേടുന്നതിന്, ഇപ്പോൾ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അതുപോലൊക്കെയുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടുകളൊക്കെ വരികയും ചെയ്യും. പക്ഷെ അത് പുതിയത് നമുക്ക് വാങ്ങിക്കുകയും ചെയ്യാം. ഓക്കെ. എന്നാൽ തന്നെയും പൊതുവെ പ്രശ്നമാണ്. അതുപോലെ ശാരീരിക, മാനസിക അസ്വസ്ഥതകളുണ്ടാവാം. അപ്പോൾ ഈ കാലഘട്ടത്തിൽ, അതായത് സർപ്പവും ശിഖയും ഡിസംബർ 5 അനുകൂലമായിട്ട് മാറും. ഓക്കെ. ഇത് ജീവിതകാലം മുഴുവനല്ല നമ്മൾ ഈ പറയുന്നത്. തീർച്ചയായിട്ടും സർപ്പം ഡിസംബർ 5 ആകുമ്പോൾ നിങ്ങൾക്ക് 6-ാം ഭാവത്തിൽ അനുകൂലമായിട്ട് വരും സർപ്പം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ലോട്ടറിയൊക്കെ അടിച്ചു തുടങ്ങും. ഓക്കെ. അപ്പോൾ ഇതൊരു സ്ഥിരം ഏർപ്പാടായിരിക്കണം. തീർച്ചയായിട്ടും ഇതിനകത്ത് ഒക്കെ മാറ്റങ്ങൾ വരും. അപ്പോൾ ഡിസംബർ 5 വരെ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. അപ്പോൾ ഞാൻ കുറച്ച് പരിഹാര മാർഗങ്ങൾ ഏറ്റവും ലളിതമായിട്ടുള്ളത് പറഞ്ഞുതരാം. അതൊക്കെ നിങ്ങൾ പാലിക്കുക. തീർച്ചയായിട്ടും ബേസിക്കായിട്ടുള്ള കാര്യം ഇതാണ്. കൃത്യനിഷ്ഠ പാലിക്കുക. അതുപോലെ ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥിക്കുക, മന്ത്രജപങ്ങൾ,
ക്ഷേത്ര ദർശനം, അതുപോലെ തന്നെ ഈ എന്താ പറയുക, നമ്മുടെ ദാനധർമാദികൾ, അതുപോലെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ഇവയൊക്കെ പാലിച്ച് മുന്നോട്ട് പോയെങ്കിൽ നമുക്ക് ഇത് മറികടക്കാൻ പറ്റത്തുള്ളൂ. ഇത് മറികടക്കാമെന്ന് മാത്രമല്ല, തീർച്ചയായിട്ടും ഗുണാധിക്യം നേടിയെടുക്കുകയും ചെയ്യാം. സർപ്പവും ശിഖിയും ഒക്കെ പ്രതികൂലമായിട്ട് നിൽക്കുമ്പോൾ പോലും നമുക്ക് ലോട്ടറി വരെ നേടാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, ഈശ്വരനുമായിട്ട് ചേർന്ന് നിന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ നിരവധി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അത് അരമണിക്കൂറിനകത്തൊന്നും ഒതുങ്ങത്തില്ല, മണിക്കൂറുകളോളം ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഏറ്റവും ലളിതമായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഇതാണ്. പറ്റുമെങ്കിൽ ഈ 2026 ഡിസംബർ 5 വരെ നമ്മൾ പറ്റുമെങ്കിൽ വെജിറ്റേറിയൻ ആവുക, സസ്യഭുക്കാവുക. അതുപോലെ തന്നെ തീർച്ചയായിട്ടും എല്ലാ ദിവസവും മന്ത്രജപങ്ങളും ക്ഷേത്രദർശനവും നിർബന്ധമാക്കുക. അതെല്ലാം തന്നെ കൃത്യനിഷ്ഠയോടെ ചെയ്യുക. ഉറങ്ങുന്നത് കൃത്യം, ഉണരുന്നത് കൃത്യസമയം, ആഹാരം കഴിക്കുന്നത് കൃത്യസമയം, കുളിക്കുന്നത് കൃത്യസമയം, അതുപോലെ രാവിലെ ഒന്ന് നടക്കാൻ പോവുക, അതെല്ലാം കൃത്യസമയം, ക്ഷേത്രദർശനം നടത്തുന്നതും കൃത്യസമയം. അപ്പോൾ അങ്ങനെയൊക്കെ അതിനൊക്കെ കാര്യങ്ങളുണ്ട്, വെറുതെ പറയുന്നതല്ല കൃത്യസമയം പാലിക്കണമെന്ന്. അതായത് ഒന്നാമത് നമ്മൾ ഈ കൃത്യനിഷ്ഠയോടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈശ്വരൻ നമ്മളെ ശ്രദ്ധിച്ചു തുടങ്ങും. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് എല്ലാ ദിവസവും 5:13 രാവിലെ ആണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, ബ്രഹ്മമുഹൂർത്തത്തിൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു കോമൺ സെൻസ് എന്ന് പറയുന്നത് ഇതാണ്. രാവിലെ 5:13 നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും നാളെ എല്ലാ ദിവസവും 5:13 ഈശ്വരൻ്റെ സാന്നിധ്യം നമ്മൾ എവിടെയായാലും നമ്മുടെ അരികിലെത്തും. അപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്. ഓക്കെ, അല്ലാതെ കൃത്യനിഷ്ഠയില്ലാതെ നമുക്ക് സൗകര്യമുള്ളപ്പോഴൊക്കെ അമ്പലത്തിലും പോയി സൗകര്യമുള്ളപ്പോൾ പ്രാർത്ഥിച്ച് ഒക്കെ നടന്നു കഴിഞ്ഞാൽ ഈശ്വരൻ്റെ വേറെ പണിയുണ്ട്. കാര്യം കൃത്യമായിട്ട് ഇതെല്ലാം ഉത്തരവാദിത്തത്തോടെ ചെയ്യുന്ന 1-2 ആൾക്കാർ, കോടിക്കണക്കിന് ആൾക്കാരാണ് പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, അതുപോലെ ഏതൊക്കെ മന്ത്രം ചൊല്ലണം, മന്ത്രങ്ങളെന്ന് പറയുമ്പോൾ കോടിക്കണക്കിന് മന്ത്രങ്ങളുണ്ട്. അതെല്ലാം കൂടെ നമ്മുടെ ഒരു ജീവിതകാലം മുഴുക്കെ ഇരുന്ന് ചൊല്ലിയാലും തീരില്ല. അപ്പോൾ അതിനകത്ത് സെലക്ട് ചെയ്ത് ചൊല്ലുക. ഓക്കെ, ഏറ്റവും കുറച്ച് സമയം കൊണ്ട് പരമാവധി അനുഗ്രഹം ഈശ്വരൻ്റെ കയ്യിൽ നിന്ന് നേടാൻ പറ്റുന്ന തരത്തിലുള്ള മന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷവും നിങ്ങൾ കേട്ടിട്ടുള്ള മന്ത്രങ്ങളൊക്കെ തന്നെ. അപ്പോൾ അതൊക്കെ അറിയാൻ വേണ്ടി ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെടുക. ഡീറ്റെയിലായിട്ട് പറയാതെ പിന്നെ ഇനിയും ഒരുപാട് സമയമെടുക്കും. ഓക്കെ, തീർച്ചയായിട്ടും വ്യാഴാഴ്ച നമ്മൾ മഹാവിഷ്ണുവിന്, അലങ്കാരപ്രിയനായ മഹാവിഷ്ണുവിന് തുളസിമാല ചാർത്തുക, പാൽപ്പായസം കഴിപ്പിക്കുക, മറ്റ് സഹസ്രനാമാർച്ചന, അതുപോലെ നിരവധി കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് ജലധാര, അയ്യപ്പന് നീരാഞ്ജനം, ശനിക്ക് എള്ള് വിളക്ക് അല്ലെങ്കിൽ അർച്ചന, ഇതൊക്കെ ചെയ്യുക. ശനിയുടെ ദോഷം മാറ്റാം. നമുക്ക് ഇത് ഇവിടെ അഷ്ടമശനിയും കൂടിയാണ്. ഓക്കെ, അതുപോലെ ശിഖി നമ്മുടെ ജന്മത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അതെല്ലാം കൂടെ ചേർന്ന് ആരോഗ്യത്തിനെയാണ് അത് പ്രധാനമായിട്ടും ബാധിക്കുക. പിന്നെ എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ എന്ന് പറയുമ്പോൾ പാർവതി കൂടിയുള്ള ശിവക്ഷേത്രത്തിൽ നമ്മൾ ദർശനം നടത്തുക. അതുപോലെ തന്നെ മന്ത്രങ്ങൾ പലതുണ്ട്, അതെല്ലാം കൂടെ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മഹാദശ, അന്തർദശ ഇവയൊക്കെ മനസ്സിലാക്കി അതിനു വേണ്ടുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക. ഓക്കെ,
അതൊക്കെ തന്നെ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ജാതകം കണ്ടെങ്കിലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ ശനിയും വ്യാഴവും ഒക്കെ നമ്മുടെ ഗ്രഹനിലയിൽ ശക്തമാണോ അതോ പ്രതികൂലമാണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നോക്കണം. ഇതെല്ലാം നോക്കി പരിഹാര മാർഗങ്ങൾ നമ്മൾ ചെയ്യണം. പിന്നെ തീർച്ചയായിട്ടും ഡിസംബർ 5 ശേഷം നിങ്ങൾക്ക് രാഹുവും കേതുവും അനുകൂലമായിട്ട് വരികയാണ്. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് കാര്യങ്ങളെല്ലാം ബെറ്റർ ആവും ഉറപ്പായിട്ടും. പിന്നെ അതുവരെ നമുക്ക് കാത്തിരിക്കാൻ ഒക്കില്ല. അതിനുള്ളിൽ നമ്മൾ പരമാവധി രീതിയിൽ പരിഹാര കർമ്മങ്ങൾ ചെയ്യുക. പിന്നെ നമ്മൾ ഈ ഈശ്വരാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉള്ള മാർഗങ്ങൾ കുറച്ചൊക്കെ ഞാൻ പറഞ്ഞു തന്നു. ഡീറ്റെയിൽഡായിട്ട് അറിയാൻ താല്പര്യമുള്ളവർ എൻ്റെ വാട്സാപ്പുമായിട്ട് ബന്ധപ്പെടുക. എന്തായാലും ഞാൻ കൂടുതൽ നിങ്ങളുടെ സമയം അപഹരിക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നെഗറ്റീവായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ കൂടുതൽ ഞാൻ ദീർഘമായിട്ട് സംസാരിച്ച് കൂടുതൽ നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല. എല്ലാവർക്കും, ചിങ്ങം രാശിക്കും ചിങ്ങം ലഗ്നത്തിനും മാത്രമല്ല, വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടാതെ ചിങ്ങം രാശിക്കും ചിങ്ങം ലഗ്നത്തിനും ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഈ ദുരിതകാലത്തിന് പെട്ടെന്ന് ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടി നമുക്കത് ദുരിതകാലം ഗുണകരമായ കാലമായിട്ട് മാറ്റാനും തീർച്ചയായിട്ടും സമ്പൽ സമൃദ്ധി നേടാനും നമുക്ക് എല്ലാവർക്കും ചിങ്ങം രാശിക്കും ചിങ്ങലഗ്നത്തിനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.